എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, ജീവിതത്തിൽ ഭാഗ്യത്തിന് തുടക്കം കുറിക്കുകയാണ് ഡിസംബർ 14 മുതൽ. ഇനി കുറച്ച് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ വിജയയാത്രകൾക്ക് തുടക്കം കുറിക്കാൻ പോകുകയാണ് ഡിസംബർ 14 മുതൽ. ഇവർ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവർക്ക് സ്വന്തമാക്കാൻ നിഷ്പ്രയാസം സാധിക്കും. അതിനുള്ള പല മാർഗങ്ങളും ഇവർക്ക് തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കും മുൻപ് എൻ്റെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ അശ്വതി നക്ഷത്രത്തിൽ പിറന്നവരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവരിൽ കാണുന്നുണ്ട്. ധനവരവിൽ അടിമുടി മാറ്റം പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. വീട്ടിൽ ചില മംഗള കാര്യങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കും. അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്കും അനുകൂല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. വസ്തു ഇടപാടിലുള്ള അനിശ്ചിതത്വം മാറ്റിയെടുക്കാൻ സാധിക്കും. കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ തേടിയെത്തും. പൊതുപ്രവർത്തന രീതികളിൽ കാതലായ മാറ്റം പ്രതീക്ഷിക്കാം. സാങ്കേതിക രംഗത്ത് കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ ഉണ്ട്. കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം. മറുനാട്ടിൽ ശുഭകാര്യ യോഗം. പ്രണയവിവാഹത്തിന് വാശി കൂടുകയും ചെയ്യും. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കറുകമാല, മഹാവിഷ്ണുവിന് പാൽപായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണ്. സ്പോൺസറിൽ നിന്നും അനുകൂല മറുപടികൾ ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ഭാഗ്യം പ്രതീക്ഷിക്കാം. കച്ചവടം മെച്ചപ്പെടുത്താൻ പുതിയ ലോൺ ശരിയാകും. കലാരംഗത്ത് മികച്ച കൂട്ടുകെട്ടിന് മുൻകൈയെടുക്കാനായിട്ട് അവസരങ്ങളുണ്ട്. ഔദ്യോഗിക തലത്തിൽ ഇവർക്ക് സ്വാധീനം കൂടും. ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് അംഗീകാരങ്ങൾ തേടിയെത്തും. അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായ ചുവടുമാറ്റം നടത്താൻ സാധിക്കും. കാർഷിക വരുമാനം വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്തെ മാനസിക സംഘർഷത്തിൽ നിന്നും കരകയറാൻ അവസരങ്ങളുണ്ട്. മംഗല്യകാര്യത്തിൽ അവസരോചിതമായ തീരുമാനം എടുക്കാനും സാധിക്കും. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശങ്കരനാരായണന് നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഔദ്യോഗിക തലത്തിൽ നല്ല സമയം തന്നെയാണ്. അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത. എതിർപക്ഷത്തെ നീക്കങ്ങൾക്ക് തന്ത്രപരമായ മറുപടി നൽകാൻ സാധിക്കും. വ്യവസായ മേഖലയിൽ ഗുണ അനുഭവം ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിലെ അപസ്വരങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. സ്വകാര്യ വാഹനം മുഖേന ആദായം. പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ്. ചലച്ചിത്ര രംഗത്ത് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ. വിവാദങ്ങളിൽ നിന്നും തന്ത്രപൂർവം തടിയൂരാനും സാധിക്കും. മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കുന്നതിന് ചില സഹായങ്ങൾ ചെയ്യാനും സാധിക്കും. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ദുർഗയ്ക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ദിവസങ്ങളാണ്. കമ്പ്യൂട്ടർ മേഖലയിലും നല്ല സമയം. കലാപ്രവർത്തനങ്ങൾക്ക് ചില സഹായങ്ങൾ ലഭിക്കും. വാടക വരുമാനം വർദ്ധിക്കും. സ്വദേശത്ത് പിടിച്ചു നിൽക്കാൻ താൽക്കാലിക ജോലി കണ്ടെത്തും. ആഭരണ നിർമ്മാണ മേഖലയിൽ നല്ല സമയമാണ്. സ്ഥാനക്കയറ്റ വിവാദം പരിഹരിക്കും. ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് കൂടും. രജിസ്ട്രേഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കും. ശമ്പള വർധനവിനുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരവും ഉണ്ട്.
രോഹിണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, വെടിവഴിപാട് എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയം, സന്താനത്തിന് ദൂരദേശത്ത് മേന്മയുള്ള ജോലിക്ക് യോഗം, ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തും. കടബാധ്യതകൾ തീർക്കുന്നതിന് ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ദൂരദേശത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിക്ക് യോഗം ഉണ്ട്. സാങ്കേതിക സ്ഥാപനത്തിൽ ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പ് ഉണ്ടാകും. മികച്ച പ്രവർത്തനം മുഖേന ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ കോടതികളിൽ നിന്നും ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നതിന് ഉന്നതതല സ്വാധീനം ഉണ്ടാകും. ദൂരദേശത്ത് സ്ഥിരവസതിക്ക് യോഗം കാണുന്നുണ്ട്. വൈദിക കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട്. വസ്തു ഇടപാടിൽ വഴിത്തിരിവ് പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ദൂരദേശത്ത് ധനവരവ് വർദ്ധിക്കും. സന്താനത്തിന് ജോലിയിൽ മാറ്റം ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് കർമ്മഗതിയിൽ മാറ്റം പ്രതീക്ഷിക്കാം. മേന്മയുള്ള മംഗല്യഭാഗ്യം, കുടുംബസ്വത്ത് തർക്കം പരിഹരിക്കാൻ അവസരം, കിട്ടാക്കനിയായ ഔദ്യോഗിക രേഖകൾ കണ്ടെത്തും. തൊഴിൽ സംരംഭത്തിന് പുതിയ ലോൺ ശരിയാകും. ഫ്ലാറ്റ് സ്വന്തമാക്കാൻ അവസരമുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിൽ ചില അംഗീകാരങ്ങൾ തേടിയെത്തും. തിരുവാതിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ശങ്കരനാരായണന് നെയ്വിളക്ക്, വെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് പുരോഗതികൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഇൻ്റർവ്യൂവിൽ മികച്ച ജോലിക്ക് ഭാഗ്യം സിദ്ധിക്കും. വാഹനമോഹം പൂവണിയും. സന്താനത്തിന് ഔദ്യോഗിക തലത്തിൽ ഔന്നത്യം ലഭിക്കും. ഇടപാടിൽ ലാഭവിഹിതം വർദ്ധിക്കും. വ്യാപാര രംഗങ്ങൾ വിജയിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഉണ്ടാകും. ഉന്നത പദവിക്ക് നറുക്കുവീഴും. പുതിയ തൊഴിൽ സ്ഥലത്തെ വെല്ലുവിളി സധൈര്യം നേരിടും. കുടുംബക്ഷേത്രത്തിന് ധനസഹായം ലഭിക്കും. ഉല്ലാസയാത്രകൾ നടത്താൻ നല്ല അവസരങ്ങൾ ഉണ്ടാകും. ആദായ വിലയ്ക്ക് വസ്തു സമ്പാദിക്കുന്നതിനും അവസരങ്ങൾ കാണുന്നു. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് അർച്ചന, പൊങ്കാല, ഹാരം, മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, പ്രദോഷവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന എല്ലാ അവസരങ്ങളും ഇവർക്ക് ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വിജയം, ഗുണകരമായ യാത്രകൾ നടത്താൻ അവസരങ്ങൾ, പ്രബല ബിസിനസ് ഗ്രൂപ്പുമായിട്ട് കരാർ പണികൾ ഏറ്റെടുത്ത് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അന്യദേശത്ത് മേന്മയുള്ള സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. അന്യ സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഏജൻസി ഇടപാടിൽ കൃത്യമായ അഴിച്ചുപണി വേണ്ടിവരും. രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ നീരസം വരാതെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ്. പൂയം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനപരമായ കാര്യങ്ങൾ നിറവേറ്റാൻ ചില സഹായ സാധ്യതകൾ കൂടുതൽ ലഭിക്കും. അന്യദേശത്തു നിന്ന് ഒരു ശുഭവാർത്താ യോഗം ഡിസംബർ 14 ശേഷം കാണുന്നുണ്ട്. സന്താനത്തിന് തൊഴിൽ രംഗത്ത് മേന്മ, ഇഷ്ടക്കാരിൽ നിന്നും സമ്മാനം ലഭിക്കും. പുത്തൻ വാഹനയോഗം, തീരുമാനങ്ങൾ തന്ത്രപരമായിട്ട് നടപ്പാക്കാൻ സാധിക്കും. മംഗല്യകാര്യത്തിൽ അപ്രതീക്ഷിത പുരോഗതി, കലാരംഗത്ത് ഉണർവ്, നിർമ്മാണ മേഖലയിൽ ഗുണകരമായിട്ടുള്ള അഴിച്ചുപണികൾ നടത്തേണ്ടതായിട്ട് വരും. പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മേന്മയുള്ള ഓഫറുകൾ തേടി വരും. കളത്ര സ്വത്തിൽ അവകാശം സിദ്ധിക്കാനും സാധ്യതയുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കർമ്മരംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയം ഇവരെ കാത്തിരിക്കുന്നുണ്ട്.
സന്താനത്തിന് ദൂരദേശത്ത് മേന്മയുള്ളൊരു ജോലിക്കും സാധ്യതകൾ കാണുന്നു. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര, കൂവളമാല, പ്രദോഷവ്രതം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.